നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ശുചീകരണത്തിനായി ഇറങ്ങുന്ന ഡ്രൈനേജ് ക്ലീനിംഗ് തൊഴിലാളികൾക്ക് സുരക്ഷാ കിറ്റ് വിതരണവും നടന്നു. തൊഴിലാളികൾക്കുള്ള കയ്യുറകളും കാലുറകളും മാസ്കും ഉൾപ്പെടെയുള്ള സുരക്ഷാ കിറ്റാണ് വിതരണം ചെയ്തത്. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശാണ് സുരക്ഷാ കിറ്റ് വിതരണം നടത്തിയത്. കൊട്ടാരക്കര നഗരത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരമാക്കാനുള്ള നടപടികളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നേരത്തെ കൊട്ടാരക്കര KSRTC ഡിപ്പോയുടെ ക്ലീനിംഗ് നടന്നിരുന്നു. ഡ്രെയിനിങ് ക്ലീനിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും നമ്മുടെ സുരക്ഷാ ഉപകരണങ്ങൾ, അവരുടെ തൊഴിലിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ ഒരു വിതരണ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നഗരസഭാ പ്രദേശത്ത് ഇത്തരം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സർവേ ചെയ്യുകയും ആ സർവേ ചെയ്തിട്ട് എത്ര തൊഴിലാളികളുണ്ടോ അവർക്കെല്ലാം വേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ ഒരു വിതരണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ SR രമേശ് അവർ ഈ സമയം നിർവഹിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട കൗൺസിൽ CB ബിലിപ്പ്, ക്ലീൻ സിറ്റി മാനേജർ, HI, CDS ചെയർപേഴ്സൺ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, മറ്റ് പ്രിയമുള്ളവരെ, നേരത്തെ നമ്മുടെ ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞതുപോലെ നമ്മുടെ നാടും നഗരവും ഏറ്റവും ഭംഗിയുള്ളതാക്കുന്നതിനാവശ്യമായ പ്രവർത്തനം കേരളമാകെ നടക്കുകയാണ്. കൊട്ടാരക്കരയും അതിൻ്റെ ഭാഗമായി അണിചേരുകയാണ്. കൊട്ടാരക്കര നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെടികൾ വെച്ചുപിടിപ്പിച്ചും വൃത്തി ആക്കിയും ഏറ്റവും ഭംഗിയുള്ള നാടാക്കി കൊട്ടാരക്കരയെ മാറ്റാനാവശ്യമായുള്ള കഠിന പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണയമാണ് നമ്മുടെ ക്ലീനിംഗ് തൊഴിലാളികൾ. അവർക്ക് അത് ഹരിതകർമ്മ സേനക്കാരുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ സ്ഥിരമായിട്ടുള്ള സാനിറ്ററി വർക്കേഴ്സുണ്ട്, ഓട വൃത്തിയാക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം അവരുടെ ജോലി ഏർപ്പെട്ടിരിക്കുകയും സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനാവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ ഗംബോട്ട്, തൊപ്പി, ഹെൽമറ്റ്, ഗ്ലാസ്, അതുപോലെ മാസ്ക്, ഓവർകോട്ട് അടക്കമുള്ള എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും ഇവർക്ക് ഏറ്റവും ഇതായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഇവർക്ക് നൽകുകയാണ്. അപ്പോൾ അത് തുടർന്ന് ജോലി ചെയ്യുമ്പോൾ ഓടയിലും മറ്റൊക്കെ ജോലി ചെയ്യുമ്പോൾ യാതൊരു അപകടവും പറ്റാതെ, യാതൊരുവിധമായ മാരക രോഗങ്ങളും പറ്റാതെ ജോലി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇതാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ടൗണിലാകെ എല്ലാ ഭിത്തികളിലും ചുവരെടുത്തും മറ്റു കാര്യങ്ങളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടും ശുദ്ധിയുമായി ബന്ധപ്പെട്ടും വൃത്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം തുടങ്ങി വരികയാണ്. മാർച്ച് മാസം 30 കൂടി കൊട്ടാരക്കര ഏതൊരു ക്ലീൻ സിറ്റിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിനാവശ്യമായ പ്രവർത്തനം നടന്നു വരുന്നു. ഇതിലെല്ലാ വിഭാഗം ആളുകളുടെയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാലിന്യം വലിച്ചെറിയുക എന്നുള്ളത്. നമ്മുടെ കയ്യിലുള്ള മാലിന്യങ്ങൾ എവിടെയും വലിച്ചെറിയുക ഉള്ള ശീലമാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം ഉള്ളത്, നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ ശീലം പരിപൂർണ്ണമായി അവസാനിപ്പിച്ചേ കഴിയുകയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ മാലിന്യം വലിച്ചെറിയുകയും മാലിന്യം പൊതുനിരത്തിലോ ജലാശയങ്ങളിലോ മറ്റോ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ 10,000 രൂപ പിഴ അടയ്ക്കുകയും അതിൽ 2,500 രൂപ ഈ ഫോട്ടോ അയച്ചു തരുന്നവർക്ക് 2,500 രൂപ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ ഫോട്ടോ അയച്ചു തരുമ്പോൾ വണ്ടിയോ അല്ലെങ്കിൽ ആളിനെയോ തിരിച്ചറിയാൻ കഴിയത്തക്ക നിലയുള്ള ഫോട്ടോ വീഡിയോ അയച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് 2,500 രൂപ പാരിതോഷികം കൊടുക്കും. ഈ ആളിന് 10,000 രൂപ ഫൈൻ ഈടാക്കും. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആ ഫൈൻ കിട്ടുന്ന ആളുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരേണ്ട കാര്യവുമില്ല, ആരെയും സമീപിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ നാടാകെ വൃത്തിയാക്കുന്ന പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായവും സഹകരണം വളരെ വിനയപുരസ് അഭ്യർത്ഥിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ വിജയിപ്പിക്കുവാൻ കേരളത്തിൻ്റെ നാനാഭാഗം നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊട്ടാരക്കര നഗരസഭ ഏറ്റെടുക്കുകയാണ്. മാലിന്യം വലിച്ചെറിയില്ല, നമ്മുടെ നാട് മാലിന്യമുക്തമാക്കും. മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. കേരളം നമ്മുടെ നാടും മാലിന്യമുക്തമാക്കുന്നതിനും കേരള സർക്കാരും തദ്ദേശ വകുപ്പും നാടാകെ ഒന്നിച്ച് പ്രവർത്തിക്കും എന്നീ അവസരത്തിൽ പ്രതിജ്ഞയെടുക്കുകയാണ്. പ്രതിജ്ഞ.